ടു അവർ ചാനൽ. നമുക്കപ്പോൾ ഇന്നൊരു ഇനാഗുറേഷൻ സെറിമണി ഉണ്ടായിരുന്നു. നമ്മളതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് പോയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടുത്തെ കളക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടും കാണിച്ചു തരുന്നുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഈ ഒരു ഷോപ്പിന് ഇനാഗുറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 3-ാം തീയതി ഇനാഗുറേഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയിൽ കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ്, അതുപോലെ ഷോളിൻ്റെ കളക്ഷൻസ്, അങ്ങനെ നെറ്റിൻ്റെ മെറ്റീരിയൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പരാഗ് ഫാഷൻ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി SBM ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പിന് ലൊക്കേഷൻ വരുന്നത്. മെറ്റീരിയൽസിന് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പാണ്, സ്റ്റിച്ചിങ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് സാരിയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മീറ്റർ കണക്കിന് വാങ്ങിക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഷോളിൻ്റെ കളക്ഷൻസും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടിഷ്യൂ സിൽക്കാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാരിയായിട്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ധാവണിയായിട്ട് സെറ്റ് ചെയ്യാം. ഒരു ഫുൾ ധാവണിയായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കേർട്ടും ടോപ്പും ഷോളും എല്ലാം വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ കളേഴ്സാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അടിപൊളി കളേഴ്സിലാണ് ഈ ഒരു ടിഷ്യൂ സിൽക്ക് വരുന്നത്. ഇത് ഏതാണ് ഇത് കളറെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ, കറക്റ്റ് പറയാനായിട്ട്. ആ ഒരു കളറാണെന്നിട്ട് ഈ കളറും എനിക്ക് കറക്റ്റിൻ്റെ പേരറിയാൻ വയ്യ ഏതാണെന്നിട്ട്. നമ്മൾ കാണുമ്പം ബ്ലൂ, പർപ്പിൾ എന്നൊക്കെ പറയും, പക്ഷേ അതൊന്നും അല്ല, ഇതിന് വേറെ കുറേ പേരുകളൊക്കെ ഉണ്ട്. എല്ലാ കളേഴ്സും അങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് ബ്ലൂ അല്ല, കറക്റ്റ് പിങ്ക് അല്ല, ഭയങ്കരമായിട്ട് നമുക്കങ്ങ് എന്താ കാണുമ്പോൾ തിന്നാൻ തോന്നുന്നു അത്രയും അടിപൊളി കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതൊക്കെ സ്കേർട്ടൊക്കെ നല്ല ഫ്ലെയർഡ് സ്കേർട്ടൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്താണ്. വലിയ വിലയൊന്നുമില്ല കേട്ടോ മീറ്ററിന്. ഞാൻ അതിൻ്റെ വില കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. എന്തെങ്കിലും ഒരു 100 ആ ഒരു റേഞ്ചിലാണ് ഇതിന് മീറ്ററിന് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സുണ്ട്. ഇതിനകത്ത് ആ ഒരു പിങ്ക് കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിങ്കും പിന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു. ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാണുമ്പോൾ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ തോന്നും. പിങ്കിൽ ഒരു വൈറ്റ് ഒരു ഷെയ്ഡും കൂടിയൊക്കെ വരുന്ന രീതിയിലാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്കിത് സ്കേർട്ട് തയ്ക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ ടോപ്പ് ആയിരിക്കത്തില്ല, നമ്മൾ അവിടെ നിന്ന് തന്നെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് ടോപ്പ് തയ്ക്കുന്നതായിരിക്കും രസമല്ലേ. ഒന്നുകിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളേഴ്സൊക്കെ ആയിരിക്കും അതിന് ചേരുന്നത്. പിന്നെ ഇതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുരിദാർ തയ്ക്കേണ്ടവർക്ക് അങ്ങനെ തയ്ക്കാം, സ്കേർട്ട് തയ്ക്കേണ്ടവർക്ക് അങ്ങനെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. മേളിലിരിക്കുന്ന ടിഷ്യൂ സിൽക്കാണ്. ഇത് വേറെ എന്തോ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിൽ ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും ആണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോള് പോലെ വരും. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ലഹങ്കയോ ധാവണിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെയൊക്കെ തന്നെ പല മാതിരി കളർ കോമ്പിനേഷൻസും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ കളക്ഷൻസിലും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരാഗ് ഫാഷൻ എന്ന് പറയുന്ന ഷോപ്പ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവരുടെ ഷോപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ വരാൻ കുറച്ച് ലേറ്റായി എന്ന് മാത്രം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് ഇങ്ങനെ മെറ്റീരിയൽസ്. നമുക്ക് നമ്മുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ നമുക്ക് തന്നെ ഒരിടത്ത് എന്നിട്ട് അതിൻ്റെ സ്കേർട്ട്, ടോപ്പ്, ഷോള് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് പൊളിയായിരിക്കും കേട്ടോ. അതേപോലെ ഒരു വൈറ്റാണ് വന്നത്. ഇതും സ്വീക്വൻസും അതുപോലെ ത്രെഡ് വർക്കും വന്നിട്ടുള്ള ബോർഡർ ഒന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ആണ്. അതിൻ്റെ ഫുൾ സൈഡും പ്ലെയിൻ ആണ്. ഇടയ്ക്ക് ആ ഒരു ഫ്ലിക്കറിങ് ഉണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് അതുണ്ടാവുന്നത്. അങ്ങനത്തെ അതിൻ്റെ ബോർഡർ ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനത് സ്കേർട്ടായിട്ട് വെച്ച് നോക്കിയപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമ്മൾ അറ്റത്ത് എന്തെങ്കിലും ബോർഡർ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും അതിൻ്റെ ഹൈറ്റ്. ഇതും അതേപോലെ തന്നെ നമുക്ക് സാരിയായിട്ടൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് വേറെ അവിടുന്ന് തന്നെ ബോർഡർ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇതിൻ്റെ എല്ലാം തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്ക് ഏത് കളർ നമ്മൾ ചോദിച്ചാലും ഇവിടെ ഉണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. സാധാരണ നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ കുട്ടികളൊക്കെ സ്കേർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്കേർട്ട്, സാരി ഇതിനൊക്കെ കൊണ്ടുവന്നിട്ട് അവരതിൻ്റെ ഡിസൈനിന് ചേരുന്ന രീതിയിൽ ടോപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിന് നമുക്കിനി ബാക്കി കളക്ഷൻസൊക്കെ നോക്കാം. ഇനി കുറച്ച് ഷോളിൻ്റെ കളക്ഷൻസാണ് കേട്ടോ നോക്കുന്നത്. കാരണം ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പം കുറേ പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തേക്കുന്നത് കണ്ടായിരുന്നു ഷോളിൻ്റെ വീഡിയോസ് ഇടാനായിട്ട്. കുറേ ഷോളിൻ്റെ ഉണ്ട്. നമ്മുടെ വെറും സിമ്പിൾ ഷോൾ ഉണ്ടല്ലോ,
അത് തൊട്ട് പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഷോളുകളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ എടുപ്പിച്ചിട്ടില്ല, കുറച്ച് മാത്രമേ എടുപ്പിച്ചിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് ഡേ ആണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വാങ്ങാതെ എല്ലാം എടുത്ത് ഇടിയിപ്പിക്കുമ്പോൾ അത് മോശമല്ലേ, അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഇടിയിപ്പിച്ചില്ല. ഇത് ബനാറസി സിൽക്കാണ് കേട്ടോ, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് പോകുന്നതാണ്. ഈ ഒരു ഗ്രീൻ ഷോൾ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഇതൊരു ബ്ലാക്ക് കളറിലെ ഒരു സിമ്പിൾ, ഒരു വർക്കൊന്നും ചെയ്യാത്ത ഒരു അനാർക്കലിയുടെ കൂടെ പൊള്ളിയായിരിക്കും അത് കാണാൻ. വൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തിയുടെ കൂടെ അത് സൂപ്പറാണ്. ഇത് നല്ല ഹെവി ആയിട്ട് സ്വീക്വൻസ് വർക്ക് വന്നിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ഷോൾ മെറ്റീരിയലാണ്. ഈ ബനാറസി സിൽക്കിൻ്റെ തന്നെ പല കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഓരോന്നിൻ്റെ റേറ്റ് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് അഫോർഡബിൾ ആണോ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാനെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ എന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മെറ്റീരിയൽ, ആ ഒരു ക്ലോത്ത്, അതിൻ്റെ വർക്ക്, ഇതനുസരിച്ചാണ് ആ ഒരു റേറ്റ് പോകുന്നത്. ഇത് കറക്റ്റ് ഒരു സിൽക്കാണ് കേട്ടോ, അടിപൊളി പക്ക സിൽക്കാണ്. ഇതിൻ്റെയും എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്ക് ധാവണിയായിട്ടൊക്കെ എടുക്കാനായിട്ട് പൊള്ളിയാണ് കേട്ടോ. നല്ല റെഡ് കളറിലെ സ്കേർട്ടും ടോപ്പും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. ഇത് അടിപൊളിയായിട്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പം റേറ്റിൻ്റെ കാര്യം പല റേറ്റാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓരോന്നിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. കാരണം അതിൽ വരുന്ന വർക്ക് അനുസരിച്ച്, ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. എങ്കിലും അഫോർഡബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും ബഡ്ജറ്റിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് വെഡ്ഡിങ്ങിന് വരെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതുകൊണ്ട് പല റേഞ്ചിൽ നമുക്ക് ഡെയിലി യൂസ് തൊട്ട് വെഡ്ഡിങ്ങിന് വരെയുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ബോയ്സിനൊക്കെ കുർത്തി തയ്ക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ പെൺകുട്ടികൾക്കും കുർത്തി തയ്ക്കാൻ പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അവിടെ ബോയ്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ജെൻസിന് വേണ്ടിയിട്ട് ഉള്ള മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. ലേഡീസിന് മാത്രമല്ല, ജെൻസിന് വെഡ്ഡിങ്ങിന് കുർത്തി തയ്ക്കാനോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് കുർത്തി തയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. ഇപ്പം അതൊരു ട്രെൻഡാണ്. ഇപ്പോൾ ഈ അജ്രക്ക് നേരത്തെ പെൺകുട്ടികളായിരുന്നു കുർത്തിയൊക്കെ തയ്ച്ച് ടോപ്പൊക്കെ തയ്ച്ച് നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അജ്രക് പ്രിൻറ്റിൽ ഇപ്പോൾ ഓണത്തിന് ഞാൻ ഒരുപാട് പേരുടെ കണ്ടു കേട്ടോ, അജ്രക് പ്രിൻറ്റിൽ വരുന്ന കുറേ ഷർട്ട്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ആൺകുട്ടികൾക്ക് ഇപ്പോൾ ഷർട്ടൊക്കെ ഇതേപോലത്തെ, അതായത് പെൺകുട്ടികളുടെ മെറ്റീരിയൽസ് ഇല്ലേ, നമ്മൾ ഇതുവരെയും പെൺകുട്ടികൾ ഇട്ടുകൊണ്ടിരുന്ന കണ്ട് ശീലിച്ച കണ്ട് പഴകിയ മെറ്റീരിയൽസിലെല്ലാം തന്നെ ഇപ്പോൾ ഷർട്ട് എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്കും ഈ ഒരു മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇത് നമുക്ക് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹെവി സ്വീക്വൻസ് വർക്ക് നെറ്റിൽ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയാണ്, നല്ല തിളക്കമാണ്, അടിപൊളിയാണ്. ഇത് വേറൊരു പാറ്റേണിൽ ഹെവി ആയിട്ട് തന്നെ സ്വീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാം പല ഡിസൈൻ പാറ്റേണും പല കളർ കോമ്പിനേഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ല ഒരു ഹെവി ലുക്കാണ് ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരണം നമുക്കിപ്പോൾ ലാച്ചൊക്കെ തയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ലാച്ചയുടെ സ്കേർട്ടായിട്ട് തയ്ച്ചിട്ട് പ്ലെയിൻ കളറിലെ ടോപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇത് ഭയങ്കര ഹെവിയാണ് കേട്ടോ, നമ്മൾ അങ്ങോട്ട് എടുത്താൽ ഭയങ്കര വെയിറ്റാണ്. അതായത് പ്യുവർ നെറ്റിൽ നല്ല ഹെവി ആയിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ, സ്വീക്വൻസ് വർക്കൊന്നും അല്ല, നല്ല ഹെവി ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഭയങ്കര ഹെവിയാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. കൂടുതലും ലൈറ്റ് കളേഴ്സിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡാണ്, ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഇതേപോലത്തെ ഭയങ്കര ലൈറ്റ് കളേഴ്സിൽ വരുന്ന ഹെവി വർക്ക് വരുന്ന മെറ്റീരിയൽസാണ്. ഇതെനിക്ക് തോന്നുന്നു മെയിനായിട്ട് വെഡ്ഡിങ്ങിനൊക്കെ ആയിരിക്കും അടിപൊളിയായിട്ട് വരുന്നത്. ഇത് ബ്ലാക്കിൽ സ്വീക്വൻസ് വർക്ക് വരുന്ന കേട്ടോ, നല്ല ഹെവി ആയിട്ട് സ്വീക്വൻസ് വർക്ക് വരുന്ന ആ ഒരു മെറ്റീരിയലാണിത്. നമുക്കിതും സാരിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഭയങ്കര ഹെവി ആയിട്ട് സ്വീക്വൻസ് വർക്കാണ്, ഫുള്ള് സ്വീക്വൻസ് ആണ്. ബ്ലാക്കിൽ ഗോൾഡൻ കളർ സ്വീക്വൻസ് ആണ് വരുന്നത്. പിന്നെ നെറ്റിൽ തന്നെ പലമാതിരി ഹെവി ആയിട്ട് വർക്ക് വരുന്ന കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു സാരി പോലെ ഒന്ന് ഡ്രേപ്പ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കരമായിട്ട് നമ്മളെ ആ ഒരു ഗോൾഡൻ കളർ നമുക്ക് തരുന്നുണ്ട്. അതും ആ ബ്ലാക്കിൽ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇല്ല, മത്സ്യകന്യകയുടെ വാല് പോലെ ഭയങ്കര ഗ്ലിറ്ററിങ് ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കളേഴ്സിൽ ഇതിൻ്റെ തന്നെ ആ ഒരു ഗോൾഡൻ ഗ്ലിറ്ററിന് സ്വീക്വൻസിന് പകരം വേറെ കളർ സ്വീക്വൻസ് ഒക്കെ വരുന്ന കുറേ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ അതേ ഈ ഒരു നെറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്കേർട്ട് തയ്ക്കാനാണെങ്കിലും നമുക്ക് അനാർക്കലി തയ്ക്കാനും ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. നല്ല അടിപൊളി ബ്രൈറ്റ് കളേഴ്സാണ്. എനിക്ക് പൊതുവേ ബ്രൈറ്റ് കളേഴ്സിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരു അടഞ്ഞ ഒരു കളേഴ്സിനേക്കാളും എനിക്കെപ്പോഴും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ്. അത് ലൈറ്റ് കളേഴ്സ് ആയാൽ പോലും കുറച്ചൊന്ന് അടഞ്ഞ കളേഴ്സിനേക്കാളും എനിക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രൈറ്റ് കളേഴ്സിലും കയറി ഞാൻ പിടിക്കുന്നുണ്ട്. അതൊന്നും എടുത്ത് കാണിക്കും, ഇതൊന്നും എടുത്ത് കാണിക്കും
കാണിക്കുന്നത്. നല്ല അടിപൊളിയാണ് ഈ ഒരു നെറ്റിൻ്റെത്. പിന്നെ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തുണികൾ, പർദ മെറ്റീരിയൽസ്, പിന്നെ നമുക്ക് ഇന്നറായിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് പൈജാമ പാൻറ്റ് തയ്ക്കാൻ പറ്റുന്നത്, ലെഗിങ്സ് തയ്ക്കാൻ പറ്റുന്നത്, നോർമൽ നമുക്ക് ചുടി ബോട്ടം പോലത്തെ പാൻറ്റ് തയ്ക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇത് പോപ്കോൺ മെറ്റീരിയലാണ്. ഇത് നമുക്ക് പാൻറ്റ് തയ്ക്കാനായിട്ട് ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും നമുക്ക് പാൻറ്റ് തയ്ക്കാനൊക്കെ പറ്റുന്നത്, അതുപോലെ തന്നെ മിഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു പോപ്കോൺ മെറ്റീരിയൽ. അതിൻ്റെ തന്നെ പല കളർ ഷെയ്ഡ്സും ഉണ്ട്. അതിൻ്റെ 2 സൈഡും ഓൾമോസ്റ്റ് ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതായത് അകഭാഗവും പുറഭാഗവും എല്ലാം ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ ഗ്രീൻ, ബ്ലാക്ക് അങ്ങനെയുള്ള കുറേ ഷെയ്ഡ്സും ഉണ്ട്. പിന്നെ നമ്മുടെ പട്ടിൻ്റെ നമുക്ക് പട്ടുപാവാടയൊക്കെ തയ്ക്കത്തില്ലേ, അതേപോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. പല ഡിസൈൻ പാറ്റേണിൽ പല കളർ ഷെയ്ഡ്സിൽ വരുന്നതുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എടുത്ത് നോക്കുകയാണ്. മജന്ത ഒരു ഷെയ്ഡ് വരുന്നതാണ്. നമുക്ക് മെയിനായിട്ടും പട്ടുപാവാട തയ്ക്കാൻ, അതുപോലെ തന്നെ കേരള സാരിക്ക് ബ്ലൗസ് തയ്ക്കാനും, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന സാരിക്കൊക്കെ നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ, സാരി ആയിട്ട്, ഹാഫ് സാരി ആയിട്ട്, ധാവണിയായിട്ട്, അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു സിൽക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇത്. ഇത് വേറൊരു ഡിസൈൻ പാറ്റേണിൽ വരുന്നതാണ്. അത് 2 കളേഴ്സ്, ആ ഒരു ഗോൾഡും ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡും ഗ്രീനും കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത്. അത് വേറൊരു പാറ്റേൺ ആണ്. നേരത്തെ കാണിച്ച മജന്ത, ഇത് വേറൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ തന്നെ ഇത് കുറച്ച് വലിയ ഒരു വട്ടം പോലത്തെ ഡിസൈൻ വരുന്നതാണ്. അതിൻ്റെ തന്നെ പല കളേഴ്സും ഉണ്ട്. അതും നല്ല ബ്രൈറ്റ് കളേഴ്സിലാണ് വരുന്നത്. അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടണിൽ പ്രിൻറ്റ് വരുന്നത്, അജ്രക് പ്രിൻറ്റ്, ഇങ്ങനെ നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് കുർത്തി തയ്ക്കാനായിട്ട് പെൺകുട്ടികൾക്ക് പറ്റുന്ന കുറേ ഉണ്ട്. കുർത്തി തയ്ക്കാനാണെങ്കിലും, സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ക്കാനാണെന്നുണ്ടെങ്കിലും, ഈവൻ മിഡി തയ്ക്കാനാണെങ്കിലോ, മിഡി ഫ്രോക്ക് തയ്ക്കാനാണെങ്കിലോ, ഗൗണായിട്ടോ, അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസിന് നമുക്ക് കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ അധികം മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഡെയിലി യൂസിങ് മെറ്റീരിയൽസിനൊക്കെ. അതിൽ അജ്രക് പ്രിൻറ്റും, അത് അജ്രക് പ്രിൻറ്റ് തന്നെ പല കളർ ഷെയ്ഡിൽ വരുന്നുണ്ട്. അജ്രക് പ്രിൻറ്റിൽ തന്നെ മിറർ വർക്ക് വരുന്ന മെറ്റീരിയൽസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും വന്ന് ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഒരെണ്ണം വാങ്ങിക്കാൻ വരുന്നവർ എന്തായാലും ഒരെണ്ണത്തിലൊന്നും ഒതുക്കത്തില്ല, ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ വാങ്ങിക്കും. കാരണം നമുക്ക് അത്രയും മനസ്സിനിണങ്ങുന്ന കുറേ കളക്ഷൻസ്, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത്തരം മെറ്റീരിയൽസൊക്കെ ഇപ്പോൾ ആൺകുട്ടികൾ ഷർട്ട് തയ്ക്കാറുണ്ടെങ്കിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ ഷർട്ട് ഇപ്പോൾ തയ്ക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കമ്മിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാനൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ തന്നെ പല കളേഴ്സൊക്കെ വരുന്നുണ്ട്. വൈറ്റും ബ്ലൂവും ബ്ലാക്കും പേർപ്പിളും ഗ്രീനും എല്ലാ കളക്ഷൻസും ഉണ്ട്. പിന്നെ നമുക്കിനി ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിഡി ഫ്രോക്കായിട്ടൊക്കെ തയ്ക്കാനും ഒക്കെ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. നല്ല തിൻ മെറ്റീരിയലാണ്. ഇത് നമുക്കിത് ഫ്രോക്കൊക്കെ തയ്ക്കാൻ, നിലവിൽ നമ്മൾ ഒരുപാട് ഫ്രോക്ക് കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് വരുന്നതൊക്കെ ഈ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ തന്നെ വേറെ ഒരു ത്രെഡ് വർക്ക് ഇതിൽ തന്നെ വരുന്നതുണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ്. നല്ല നമുക്ക് ദേഹത്തൊക്കെ ഇവിടെ കണ്ട എല്ലാ മെറ്റീരിയൽസും നല്ല സോഫ്റ്റാണ്. നമുക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ട് ഫീൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ചില മെറ്റീരിയൽസൊക്കെ നമുക്ക് അത്രയും തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ദേഹത്ത് ഒട്ടിക്കിടക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ കിട്ടത്തില്ല. ഇതെല്ലാം നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള തുണികളാണ്. നല്ല കംഫർട്ട് തരുന്ന തുണികളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നൊരിക്കലെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്തൊരു കാണാവേ. ടാറ്റാ.